ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇക്കാൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ വിരുന്നിന് വന്നിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കും, നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ എണീറ്റ് കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി മക്കളുടെ 3 പേരുടെയും വാട്ടർ ബോട്ടിൽസ് ഫില്ലാക്കും. കാരണം ഞാൻ തലേദിവസം രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ഒരു കെറ്റിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. അപ്പോൾ അത് നേരെ എടുത്തിട്ട് വാട്ടർ ബോട്ടിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പണി നേരത്തെ തന്നെയാണ് തീർന്നു കിട്ടും. ഇപ്രാവശ്യം സ്കൂൾ തുറന്നേ പിന്നെ 3 പേരുടെ രണ്ടാമത്തെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഇത്. നൈഷുമാൻ്റെ മൂന്നാമത്തെ. ആദ്യം സ്റ്റീലിൻ്റെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ആ മൂടിയിലുള്ള വാഷർ പോയിട്ട് അത് ലീക്ക് ആവുക കാരണം പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വാങ്ങിക്കും. ഇപ്പോഴും ഇതിലും ചിലതിനൊക്കെ ആ ഒരു ലീക്കേജ് പ്രോബ്ലം ഉണ്ട് കേട്ടോ. മക്കൾക്ക് സ്കൂളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല വാട്ടർ ബോട്ടിൽസ് ഏതാണെന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ സജഷൻസ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ബോട്ടിലിൽ ഫില്ലാക്കിയതിന് ശേഷം പിന്നെ നേരെ ആ കെറ്റിലിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. സോനുവിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവനുള്ള ചായ എടുത്ത് വന്നിട്ടുണ്ട്. അവനക്ക് മദ്രസ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അവനെ മദ്രസിൽ വിടണം. അങ്ങനെ സോനുവിനെ മദ്രസയിൽ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഒരു 5:50 ആയിട്ടുള്ളൂ കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ സോനുവിനെ മദ്രസയിൽ വിട്ടാൽ നേരെ കിച്ചണിൽ കയറിയിട്ട് ജോലികൾ സ്റ്റാർട്ട് ചെയ്യും. ചില ദിവസങ്ങളിൽ ഇതുപോലെ ഈ സോഫയിൽ വന്ന് കുറച്ച് ടൈം ഒന്ന് കിടക്കും കേട്ടോ. വീണ്ടും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നല്ല, ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കി കമൻസിന് റീപ്ലൈ കൊടുക്കും. അതേപോലെ ഇൻസ്റ്റഗ്രാമും ഒക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. ഇനിയിപ്പോൾ ഒരു 6:20 വരെ ഇവിടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് അനുക്കുട്ടിനെ വിളിച്ചെണീപ്പിച്ച് അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി മദ്രസയിൽ വിടണം. അപ്പോൾ രാവിലെ ഒരു 7 മണിക്കാണ് അവൾക്ക് മദ്രസ ഉള്ളത്. അങ്ങനെ മക്കളൊക്കെ മദ്രസയിൽ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിന് കൊണ്ടുപോകാനുള്ളതും ഒക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് വൈകിട്ട് കിച്ചണിൽ കയറിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഫുഡ് പ്രിപ്പറേഷൻസ് ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ രാവിലെ അരി അരച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചുട്ടെടുക്കുന്ന ദോശയും ചട്നിയും, പിന്നെ ലഞ്ചിന് ചോറും വെണ്ടക്ക സാമ്പാറും അതിൻ്റെ കൂടെ മുട്ട പൊരിച്ചതാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതുപോലെ മുട്ട പൊരിക്കുന്ന ടൈമിൽ മുട്ടയിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും 1 സ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് മുട്ട പൊരിച്ചെടുക്കാറ്. അങ്ങനെ മുട്ട പൊരിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് ഫില്ലാക്കി എടുക്കണം. ചോറും വെണ്ടക്ക സാമ്പാറും മുട്ട പൊരിച്ചതും പിന്നെ ഇക്കാൻ്റെ ഉമ്മ കൊടുത്തു വിട്ട മാങ്ങ അച്ചാറുമാണ് കേട്ടോ ആക്കണത്. മുമ്പൊക്കെ ഞാൻ ഇതുപോലെ തിരക്കിട്ട് നേരല്ലാത്ത നേരത്ത് ചോറ് പാത്രത്തിലാക്കണം. ആ ഒരു ടൈമിലായിരിക്കും കേട്ടോ ഓർമ്മ ഉണ്ടാവുക വെള്ളം തിളപ്പിച്ചിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പം നേരെ കെറ്റലിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നല്ലോണം പച്ചവെള്ളം ഒഴിച്ച് ചൂട് പാകമാക്കിയിട്ട് നേരെ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കും. അതൊട്ടും ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് അറിയാം. എന്നാലും ലാസ്റ്റ് നിമിഷത്തിൽ ആ വെള്ളം തിളപ്പിച്ച് ചൂടാറ്റാനുള്ള ഒരു ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ തലേദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു കെറ്റിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഓൺ ചെയ്ത് വെച്ചിട്ട് കിടക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തിളച്ച് കഴിഞ്ഞാൽ ഓഫായി അത് നല്ലോണം തണുത്ത് ആറിയിട്ടുണ്ടാവും രാവിലെ ആകുമ്പോഴേക്കും. അത് ബോട്ടിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പണി നേരത്തെ തന്നെ തീർന്നു കിട്ടും. അതൊരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഫില്ലാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്നാക്സിന് നൈഷുമാക്ക് ഈ ഒരു കേക്കാണ് കേട്ടോ കൊടുത്തു വിടണത്. അങ്ങനെ മക്കൾക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം അവരെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ നൈഷുമാക്ക് ഐലൈനർ ഇടാനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. അതിൻ്റെ ഒരു കുറുമ്പാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോഴാണ് പാല് വന്നത്. തലേദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ പോയത് കാരണം തലേന്നത്തെ പാല് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഒഴിച്ചു വെക്കുകയാണ്. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇന്ന് വ്യാപാരി വ്യവസായി ബന്ധമായത് കാരണം ഉപ്പ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പയും ഉമ്മയും അനിയനും ഒക്കെ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തലേന്ന് രാത്രി ഉപ്പ മീൻ പിടിക്കാൻ പോയതായിരുന്നു കേട്ടോ ഉപ്പാൻ്റെ അനിയന്മാരുടെ കൂടെ. ഉപ്പ അങ്ങനെ പോവാറില്ല, ആകെ 1-2 പ്രാവശ്യം കണ്ട പോയിക്കണത്. അപ്പോൾ ഇന്നലെ പോയപ്പോൾ കിട്ടിയിട്ടുള്ള മീനാണ് കേട്ടോ ഇത്. ഇതിൽ ഒരെണ്ണത്തിന് ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ ജീവനുള്ളതിനൊന്ന് എടുത്തു കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ജീവനുള്ളത്. എനിക്ക് ഇതിനെ കാണാൻ എന്നെ പേടിയാണ് കേട്ടോ. ശരിക്കും ഒരു പാമ്പിൻ്റെ ഒക്കെ പോലെയല്ലേ. ഉപ്പാൻ്റെ അനിയന്മാർക്ക്
ഉപ്പാക്ക് ഈ മീൻപിടുത്തമൊക്കെ ഭയങ്കര ക്രൈസാണ് കേട്ടോ. പക്ഷെ ഉപ്പാക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. ഉപ്പ അവരുടെ കൂടെ പോയാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉപ്പ നല്ല കൂർക്ക വലിച്ചുറങ്ങും അവിടെ വല്ല പറഞ്ഞു മുകളിൽ. ഇപ്രാവശ്യം പോയിട്ടും അത് തന്നെയാണ് കേട്ടോ സംഭവിച്ചത്. അവരെപ്പോഴും പറയും കാക്കുവിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, കാക്കുവിന് അവിടെ എത്തിയ ഫുഡും വേണം ഉറങ്ങാനുള്ള സ്ഥലവും വേണമെന്ന്. കാരണം ഉപ്പാക്ക് ഫുഡും ഉറക്കവും മെയിനാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഉപ്പ പിടിച്ച മീനൊന്നും അല്ല കേട്ടോ. അവരെല്ലാവരും കൂടെ പിടിച്ച മീൻ ഉപ്പാൻ്റെ അടുത്ത് കൊടുത്ത് വിട്ടതാണ്. കാരണം ഇവിടെ ഉമ്മാക്ക് ഈ പുഴമീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്കിത് ഇഷ്ടമല്ല, ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ഈ ആരല് മഞ്ഞിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഹാർഡായിട്ട് ഉണ്ടാവുക. അത് എനിക്കെന്തോ ഒരു പാമ്പിൻ്റെ ഒക്കെ പോലെ തോന്നിയിട്ട് കഴിക്കാനൊന്നും കഴിയാറില്ല. അതിനിടയ്ക്ക് ഇക്കാൻ്റെ ഉപ്പി വന്നിട്ടുണ്ടായിരുന്നു അവിടെ തറവാട്ടിലുണ്ടായ കുറച്ച് ചെറുപഴമൊക്കെ ആയിട്ട്. അങ്ങനെ ഉമ്മ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ. ഇതിൻ്റെ തൊലി ഉരിച്ച് കളഞ്ഞിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതിങ്ങനെ തൊലി അടർത്തിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെഴുക്കും. അപ്പോൾ അത് അങ്ങനെ വെഴുക്കാണ്ടിരിക്കാൻ കുറച്ച് വെണ്ണീറൊക്കെ കൂട്ടി പിടിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ തൊലി ഇതുപോലെ ഊരിയെടുക്കാറ്. അതിലുള്ള മറ്റേ മഞ്ഞളിൻ്റെ ജീവൻ ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഇനി ഈ ആറിൽ ക്ലീൻ ചെയ്യാൻ മഞ്ഞളിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഒന്നും കൂടെ റിസ്ക് ആണ്. അതിൻ്റെ തൊലി അങ്ങനെ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ കഴിയൂല. അവസാനം ഉപ്പിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു തൊലി മര്യാദക്കൊന്ന് അടർത്തിയെടുക്കാൻ പറ്റിയത്. ഈ ആരലിൻ്റെ സ്കിന്ന് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടാണുള്ളത്. അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു മഞ്ഞളിൻ്റെ ജീവൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനും കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ശ്വാസം മുട്ടുള്ളവർക്ക് മഞ്ഞളിൻ്റെ തൊലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭേദാവെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് ആശാന് ഫുള്ള് കറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഉപ്പാൻ്റെ പഴയ മുതലാളിനെ കാണാൻ വേണ്ടി പോകാമെന്ന് കേട്ടോ പറയണത്. 40-40 വർഷം മുന്നേ ആദ്യമായിട്ട് ഉപ്പ ജോലി ചെയ്ത മുതലാളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇക്കാൻ്റെ ഉപ്പ വന്നു കഴിഞ്ഞാൽ ആൾ വെറുതെ ഇരിക്കൂല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കാൻ പറഞ്ഞാലും കേൾക്കൂല. ഒന്നുമില്ലെങ്കിൽ തൊടിയിലുള്ള ചെടികളുടെ താഴെയുള്ള പുല്ലൊക്കെ പറിച്ച് കളയും, അതിന് വളം ഇട്ട് കൊടുക്കും, വെള്ളം നനച്ചു കൊടുക്കും. അതല്ലെങ്കിൽ തെങ്ങിൽ പാകമായിട്ടുള്ള തേങ്ങയൊക്കെ ഇട്ട് തരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഉപ്പാക്ക് ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇളനീര് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇടാൻ വേണ്ടി കയറിയതായിരുന്നു ഉപ്പ. അങ്ങനെ 3 ഇളനീര് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഉമ്മ പുഴമീനിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അനിയനും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവന് നല്ല ഉറക്കത്തിലിരുന്നു. അങ്ങനെ ഉമ്മയും അനിയനും കൂടിയിട്ട് ബാങ്കിലെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിതാ ബാക്കി പുഴമീൻ വെച്ചിട്ട് നല്ല വറുത്തരച്ചിട്ടുള്ള പുഴമീൻ കറി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ആ പുഴമീൻ കറിയുടെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കണില്ല. കാരണം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ വേറെ തന്നെ നെക്സ്റ്റ് അത് റെസിപ്പി വീഡിയോ ആയിട്ട് ഷെയർ ആക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഉപ്പ ആ ഇളനീരൊക്കെ ഒന്ന് വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അതിലെ വെള്ളമൊക്കെ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടിച്ചക്ക കൂടെ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് ഇപ്പം ഞാൻ ഉണ്ടാക്കണില്ല, കാരണം ഇതുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിനും സമയം കിട്ടൂല. നമ്മൾ ഈ ഉപ്പ്, പഞ്ചസാര, ധാന്യങ്ങൾ ഇവയൊക്കെ പാത്രത്തിലാക്കുന്ന ടൈമിൽ പാത്രം ഇതുപോലെ നിറഞ്ഞു വരുമ്പോൾ ആ പാത്രം ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഒതുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലേറെ അതിൽ നിറക്കാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയണതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് ഉപ്പ തറവാട്ടിൽ കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ ഉപ്പ ഞങ്ങൾക്കുള്ള പങ്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വന്നതേനു. നേരത്തെ ഇട്ട ഇളനീറിൻ്റെ വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് വൈകിട്ടൊരു പുഡിങ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി മീൻകറിയിലോട്ട് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മീൻകറിയുടെ റെസിപ്പി വേറെ തന്നെ ഷെയർ ചെയ്യാനുള്ള കാരണം പലപ്പോഴും എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് ഇത്ത റെസിപ്പി വീഡിയോസ് മാത്രമായിട്ട് ചെയ്യുമോ, കാരണം പിന്നീട് അത് ഏത് വ്ളോഗിലാണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റണില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മീൻകറിയുടെ റെസിപ്പി ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് വേറെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം അടിപൊളിയാണ്, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ മീൻകറിയാണ്. ഞാൻ ലൈഫിൽ ഇന്നേ വരെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ ഈ ഒരു റെസിപ്പി ആവശ്യമായിട്ട് വന്നാലും പെട്ടെന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വേറെ തന്നെ ചെയ്യണത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇൻഷാല്ല നെക്സ്റ്റ് തന്നെ വേഗത്തിൽ ഷെയർ ആക്കാം കേട്ടോ. എന്നാണെങ്കിലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഞാൻ അത്രയും ഷുവറായിട്ട് പറയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു മീൻകറി.
ഇനിയിപ്പോൾ ഈ ഒരു കറി പുഴമീൻ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ദശ കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഇനി ഉപ്പേരി ഉണ്ടാക്കാനുള്ളൊരു ടൈമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇക്കാൻ്റെ ഉപ്പാക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഞാനും ഉപ്പി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഉമ്മയും ഉപ്പി അനിയനൊക്കെ പുറത്ത് പോയിക്കണം, അവർ കുറച്ച് കഴിയുമ്പോഴേ വരുള്ളൂ. ഉപ്പാക്ക് ഈ ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എരിവ് അധികം കൂട്ടാൻ പറ്റൂല. ഞാൻ ഈ കറിയൊക്കെ ആക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ അക്കാരം ഓർത്തത്. പക്ഷെ ഉപ്പ കറിയൊക്കെ നന്നായിട്ട് ഒഴിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഉപ്പാക്ക് ഈ കറി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഒരുപാട് എരിവൊന്നുമില്ല, എന്നാലും ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. പക്ഷെ ഉപ്പ പറഞ്ഞത് വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് തരണം എന്നാണ്, കാരണം അത്രയ്ക്ക് ഉപ്പാക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു രാത്രിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പ പോയപ്പോൾ ഞാനൊരു കുപ്പിയിൽ ഉപ്പാക്കുള്ള കറിയും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വലിയ ഗമിയിൽ മൈൻഡാക്കാണ്ട് കറങ്ങാൻ പോയ ആളിതാ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. എങ്ങനെ വെച്ചിട്ട് തേങ്ങ ഒക്കെ വറുത്തരച്ചു ആരാണിപ്പാ കാണാൻ പോകണമെന്ന് ഞാൻ കൊറേ മുന്നേ കരുതിയാണ്. ഉപ്പ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. അപ്പൊ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ ഇക്കാൻ്റെ ഉപ്പ പോവാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ. അപ്പൊ ഉപ്പാൻ്റെ അടുത്ത് ഞാൻ ഉമ്മാക്കുള്ള കുറച്ച് കറിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഉപ്പാക്ക് ഒരു ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉപ്പാക്ക് അധികം പൊടിയൊന്നും പറ്റൂല കേട്ടോ, വളരെ ലൈറ്റായിട്ട് പൊടി ഇടാൻ പറ്റുള്ളൂ. അപ്പം ഇനി അടുത്ത പരിപാടി പുഡിങ് റെഡിയാക്കണം. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഒന്ന് തണുത്ത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ പുഡിങ് റെഡിയാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഞാൻ ആ തേങ്ങാവെള്ളം ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൈന ഗ്രാസ് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാവെള്ളത്തിൽ നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങിൽ നല്ലോണം മധുരം ചേർത്തെങ്കിലേ പുഡിങ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചൈന ഗ്രാസിൽ നിന്നൊരു 5 ഗ്രാം ഞാനിതാ ഈ തേങ്ങാ വെള്ളത്തിലോട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുകയാണ്. ഇത് ഗ്യാസിൽ വെച്ച് നന്നായി തിളപ്പിച്ച് ഈ ചൈന ഗ്രാസ് തേങ്ങാ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഇനി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 2 തേങ്ങയുടെ ഫ്ലഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഈ പുഡിങ്ങിൽ ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്നൊരു 4-5 പീസ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ചധികം പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. 3 ഇളനീരിട്ടിയിൽ ഒരെണ്ണം ഈ ഒരു കരിക്ക് പരുവത്തിലായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലഷ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സോഫ്റ്റും എന്താ പറയുക നല്ല സ്മൂത്തായിട്ടുള്ള ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ പുഡിങ്ങിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ വെറുതെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു വൈറ്റ് പാർട്ട് വെച്ചിട്ട് നമ്മൾ പുഡിങ് സെറ്റാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ബാക്കി 5 ഗ്രാം ചൈന ഗ്രാസ് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ടൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ചൈന ഗ്രാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. അങ്ങനെ തേങ്ങ വെള്ളത്തിൽ ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റാക്കാൻ വിചാരിച്ചിരിക്കുന്നത് വെച്ചാൽ ആ ഒരു പാത്രത്തിൽ ഒഴിച്ച് സെറ്റാക്കി എടുക്കുക. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലും പിന്നെ 4 പുഡിങ് ബൗളുകളിലോട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ലെയർ പുഡിങ് സെറ്റാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് 2 കപ്പ് പാല് ഒഴിച്ചിട്ടുണ്ട്. ഈ പാല് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ വൈറ്റ് പാർട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് പാലിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പുഡിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം മധുരം ചേർത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് സെറ്റായി വരുമ്പോൾ നല്ല മധുരവും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ.
ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ നേരത്തെ സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുള്ള തേങ്ങാ വെള്ളത്തിൻ്റെ പുഡിംഗ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇവിടെ. ഇനി ഇതൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതുപോലൊന്ന് വിടിയിപ്പിച്ചെടുക്കാം. ഇനി പുഡിംഗ് ട്രൈയിലോട്ട് ഞാൻ ആ ഒരു വൈറ്റ് പാർട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇതാ ഈ ഒരു ജെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബൗളുകളിൽ ഒഴിച്ചു വെച്ചിട്ടുള്ള തേങ്ങാ വെള്ളത്തിൻ്റെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വൈകിട്ട് മക്കൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അവരിതാ പുഡിങ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നൈഷുമാക്ക് പുഡിങ്ങൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കൽ മുമ്പ് ഇക്കുള്ള ടൈമിൽ ഞാൻ ഈ ഒരു കോക്കനട്ട് പുഡിങ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പൊതുവെ മധുരം ഇഷ്ടമില്ലാത്ത അനുക്കുട്ടി വരെ ഈ പുഡിങ് ആസ്വദിച്ച് കഴിക്കണ്ടായിരുന്നു കേട്ടോ. അനുക്കുട്ടി ഒരുവിധം മധുരമുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. സോനുട്ടി പിന്നെ മധുരത്തിൻ്റെ ആശാനാണ് കേട്ടോ. എനിക്ക് മധുരം ഇട്ടിട്ട് എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും. ഇനിയുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഞാനൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ, മക്കളൊന്നും കൂട്ടണില്ല. ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം ഇനിയിപ്പോൾ റമദാനൊക്കെ വരാൻ പോവല്ല, അപ്പോൾ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. വന്ന് കയറിയ പാടെ തന്നെ ഈ ബക്കറ്റാണ് കണ്ണിലുടക്കിയത്. അത് പിന്നെ എടുക്കാതെ വരാൻ കഴിഞ്ഞില്ല. പിന്നെ അതാ ഒരു ചായപാത്രം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാൻ കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എടുത്തത് ഇതാ ഈ ഐറ്റാണ് കേട്ടോ. മുമ്പ് ഞാൻ നല്ല ഭംഗിയുള്ളൊരു ചായപാത്രം ആമസോണിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു 2-3 തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ, അപ്പോഴേക്കും ഡാമേജായി. പിന്നെ അതാ ഒരു മോപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറാലത്തട്ടി എൻ്റെ കയ്യിലുള്ളത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലൊരു മാറാലത്തട്ടിയാണ് എടുത്തത്. പിന്നെ അതാ ഈ ഒരു കോരി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരിക. പക്ഷേ ഇതിപ്പോൾ ഇവിടെ അങ്ങനെ കോരി മാത്രമായിട്ടാണ് കേട്ടുള്ളത്. ഇതിന് 200 സംതിങ് എങ്ങാണ്ടായിരുന്നു റേറ്റ്. പക്ഷെ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. എനിക്ക് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് പിന്നെ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഒരെണ്ണം അതെടുത്തു. ഈ കുഞ്ഞു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാനും നല്ല ക്യൂട്ടാണ്, അതിൻ്റെ മെറ്റീരിയലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരെണ്ണം എടുത്തു. പിന്നെ എനിക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പാത്രങ്ങളുടെ ഒക്കെ ഒരു സെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ വാങ്ങിക്കാനൊന്നും അല്ലെങ്കിലും ചുമ്മാ അവിടെ നോക്കി നിൽക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ അവിടെ കണ്ട കുറേ പാത്രങ്ങളൊക്കെ ഒന്ന് ഭംഗി കണ്ട് ആസ്വദിച്ചു നിന്നു. അങ്ങനെ ഒരുവിധം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. ഇവിടെ ഞാൻ തനിച്ച് ഒരു സ്കൂട്ടി എടുത്തിട്ടാണ് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടെ ഞാൻ എവിടെ വെച്ച് കൊണ്ടുപോകുന്ന ആലോചിച്ച് അന്ന് വിട്ട് നിന്നപ്പോഴാണ് ആ കടക്കാരൻ എൻ്റെ മനസ്സ് മനസ്സിലാക്കി ഞാൻ വിളിക്കൊന്നും ചെയ്യാണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ആൾക്ക് മനസ്സിലായിട്ടോ ഇതൊക്കെ ഈ സ്കൂട്ടിമ്മ ഇവളത് എങ്ങനെ വീട്ടിലെത്തിക്കും എന്നുള്ളത്. അങ്ങനെ ആളതൊക്കെ ഒരു കയറ് വെച്ചിട്ട് സ്കൂട്ടിൻ്റെ സൈഡിൽ കെട്ടി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുവിധം പരിക്കുകളൊന്നും ഇല്ലാണ്ട് ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആയിട്ട് ഞാൻ സ്കൂട്ടിയിൽ വരുമ്പോൾ എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാനൊരു ചമ്മലായിരുന്നു. കാരണം ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചൊക്കെ വരുമ്പോഴേ എന്തോ പോലെ തോന്നൂലേ. അങ്ങനെ വരുന്ന വഴി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിന് അവന് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറേ ആയിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് സെറ്റാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ കൂടെ എടുത്തിട്ട് അവൾക്ക് കൊടുക്കുള്ളൂ എന്നുള്ളത് ഞാൻ ആദ്യം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിനിപ്പോൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും തുറന്ന് നോക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എങ്ങനെയുണ്ട് സംഭവം? നല്ല ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ്. അവളുടെ വീട് ഈ കരിങ്കല്ലത്താണ് ആ ഒരു ഭാഗത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ അവൾ ഇതുപോലുള്ള ഗിഫ്റ്റ് ബോക്സൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, പല വെറൈറ്റി മോഡൽസിലൊക്കെ ചെയ്യാറുണ്ട്, നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ അല്ലെങ്കിൽ ലവേഴ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഇതുപോലെ സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ
ഇൻസ്റ്റഗ്രാം ID താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അവളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല അടിപൊളി ഗിഫ്റ്റ് ബോക്സ് ഒക്കെ അവൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ഇനി ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ബോക്സിൻ്റെ പ്രൈസ് വന്നിട്ട് 115 രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ സോഫയിലും ബെഡിലൊക്കെ ഉള്ള പൊടി തട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഈ ഒരു ചായപാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.